കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ കാണുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും സമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, യേശുക്രിസ്തു ഭൂമിയിൽ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തൻ്റെ ശിഷ്യന്മാരെ എങ്ങനെ താൻ വിട്ടയച്ചു പോകുന്ന ജോലി എന്ന് പറഞ്ഞാൽ പിതാവ് തന്നെ ഏൽപ്പിച്ചതിനെ നിവർത്തിച്ചു എങ്കിലും ആ രക്ഷയുടെ പ്രവർത്തനം പൂർത്തിയായില്ല. അനേക ജനങ്ങൾ ഇനിയും ക്രിസ്തുവിലേക്ക് വരണം, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലോട്ട് വരണം എന്നുള്ള ആ ഒരു ദൗത്യം വീണ്ടും ബാക്കിയിരിക്കുന്നത് കൊണ്ട് അപ്പോൾ താൻ ഏൽപ്പിച്ചിട്ട് പോകുന്ന ജോലി ചെയ്യുവാൻ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തേണ്ടത് യേശുക്രിസ്തുവിന് ഒരു വലിയ ആവശ്യമായിരുന്നു. പ്രിയ ദൈവമക്കളെ, നാം 3-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു എന്ന് കാണുന്നു. അപ്പോൾ യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് എന്നുള്ളത് അനേകം ദൃഷ്ടാന്തങ്ങളോടുകൂടെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തിട്ട് അവരെ വിളിച്ച് അവർക്ക് ഉപദേശം കൊടുത്ത് അനുഗ്രഹിച്ച് പറയുകയാണ്, പരിശുദ്ധാത്മാവ് വേണ്ടി കാത്തിരിക്കണം എന്ന് നാം പറഞ്ഞതായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പക്ഷേ ഇപ്പോൾ പറയുകയാണ്, ആത്മാവ് ലഭിക്കുമ്പോൾ നിങ്ങൾ ഈ യെരുശലേമിൽ മാത്രമല്ല യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം സകല ജാതികളോട് നിങ്ങൾ പോയി സുവിശേഷം അറിയിക്കും എന്ന് പറയുകയാണ്. പ്രിയതകളെ, ഇത് പറഞ്ഞ ശേഷം അവർ കാണുക അവൻ ആരോഹണം ചെയ്ത് ഒരു മേഘം അവനെ മൂടിയിട്ട് അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞുപോയി എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു കയറി മേഘങ്ങളിൽ എടുക്കപ്പെടുന്നതും കയറിപ്പോകുന്നതും ശിഷ്യന്മാർ കണ്ടു. അപ്പോൾ ഇത്രത്തോളം അപ്പം ഞാൻ അപ്പോസ്തലൻ പൗലോസ് ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു ശിഷ്യന്മാരോട് ക്രൂശീകരണത്തിന് മുമ്പായിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വാസം വയ്ക്കുക, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്, ഞാൻ പോയിട്ട് ഞാനിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെയും ചേർത്ത് കൊള്ളുവാൻ ഞാൻ പിന്നെയും വരും, ഞാൻ നിങ്ങൾക്ക് വീടൊരുക്കുവാനാണ് പോകുന്നത്, എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ആ ഒരു തിരുവചനത്തിൻ്റെ പ്രകാരം അതൊക്കെ ശിഷ്യന്മാർക്ക് ഓർമ്മ വരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് തൻ്റെ ഹൃദയങ്ങളെ തുറന്നു എന്ന് ഇന്നലെ നാം പഠിച്ചു. അപ്പോൾ ഇങ്ങനെ യേശുക്രിസ്തു പോകുന്നത് ഇവർ കണ്ടു. അപ്പം പോകുന്നതിനെ കണ്ട് അവർ ചെയ്തെന്ന് പറഞ്ഞാൽ സന്തോഷം പ്രാപിച്ചു. ഈ കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവം ഒരുപാട് വാഗ്ദാനങ്ങളും കൊടുത്തിട്ടാണ് മറഞ്ഞു പോയത്. പക്ഷെ പോയപ്പോൾ ഇതുവരെയും അവരുടെ ജീവിതത്തിൽ യേശുക്രിസ്തു പറഞ്ഞതിൽ ഒന്നും കള്ളം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതും കള്ളം പറയത്തില്ല, വീണ്ടും വന്ന് ഞങ്ങളെ ചേർത്തുകൊള്ളും, ഞങ്ങളെയും കൊണ്ടുപോകും. അപ്പം യേശുക്രിസ്തു പറഞ്ഞതിൽ ശക്തി പ്രാപിക്കുമ്പം ഒരിടത്തിരിക്കുവാൻ പറഞ്ഞില്ല. യാത്ര പോകുമ്പോൾ യാത്ര ക്ലേശങ്ങളും വേദനകളും അവിടെ പരിഹാസങ്ങളും അടികളും നിന്ദകളും ആക്സിഡൻറ്റുകളും ഒക്കെ ജീവിതത്തിൽ വരും ഒരു മനുഷ്യൻ. അതൊരു യാത്രയുടെ ഒരു ഭാഗമാണത്. അല്ലാതെ ദൈവം അറിയാതെ വന്നോ, അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ ആരാധിച്ചിട്ട് വന്നു, അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഈ കേട് വന്ന് സംഭവിച്ചു, അല്ലെങ്കിൽ ദൈവഭക്തന്മാർ ആക്സിഡൻറ്റിൽ മരിച്ചു പോകുന്നു, എന്തുകൊണ്ട് അവർ മരിച്ചു ആക്സിഡൻറ്റിൽ, ദൈവത്തിന് അവരെ കാത്തുകൂടെ, എങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. പ്രിയ ദൈവ പൈതലേ, യേശുക്രിസ്തു പറഞ്ഞ ഒരു വാക്യമുണ്ട്, നിങ്ങൾക്ക് ശക്തി പ്രാപിക്കുമ്പോൾ നിങ്ങൾ യെരുശലേമിൽ മാത്രമല്ല യഹൂദിയയിലും ഭൂമിയുടെ അറ്റത്തോളം സകല രാജ്യങ്ങളിലും പോയി സകല ജാതിക്കാരെയും സകല ഭാഷക്കാരെയും നിങ്ങൾ ശിഷ്യരാക്കിക്കൊള്ളുമെന്ന്. അപ്പോൾ യാത്ര ക്ലേശങ്ങളുണ്ട് പ്രിയ പൈതലേ. അപ്പോൾ നാമും ഈ ലോക യാത്രയിൽ പോകുമ്പോൾ ദൈവത്തെ വിശ്വസിച്ച് ദൈവ ജോലിയിലായിരുന്നാലും അല്ലെങ്കിൽ ഒരു വിശ്വാസിയായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ യാത്രാക്ലേശങ്ങളും വേദനകളും വരാം. പക്ഷെ ഒന്ന് മാത്രം മറക്കരുത്, നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് വീണ്ടും വരുമെന്ന് സ്വർഗാരോഹണം ചെയ്തു പോയ യേശു വീണ്ടും വരും നമ്മെ ചേർത്ത് കൊള്ളുവാൻ, നമ്മെ ആശ്വസിപ്പിക്കുവാൻ പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, അങ്ങയ്ക്ക് വേണ്ടി ജീവിച്ചിട്ടും അങ്ങയ്ക്ക് വേണ്ടി നടന്നിട്ടും അങ്ങയ്ക്ക് വേണ്ടി ഓടിയിട്ടും ഞാൻ ഒന്നും കണ്ടില്ല. ഇന്നും വേദനയിലും പട്ടിണിയിലും നഗ്നതയിലും കർത്താവെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാത്ത ദൈവമേ ദുഃഖത്തിലുമാണ് ദൈവമേ അനേകരായിരിക്കുന്നത്. കർത്താവെ അങ്ങയുടെ കർത്താവെ യാത്ര ക്ലേശങ്ങളുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നപ്പാ. ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ ശരീരവേദനകളും ദൈവമേ ആക്സിഡൻറ്റുകളും വേദനകളും കർത്താവെ സകലവിധ കർത്താവെ കാലിലെ നാശനഷ്ടങ്ങളും വരുന്നത് പതിവാണ്. അതേപോലെ ഈ ലോകത്ത് ദൈവം എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞ് നിൻ്റെ മക്കൾ നിൻ്റെ കർത്താവെ നാമത്തെ വിട്ട്
പിൻവാങ്ങിപ്പോകാതെ മരണത്തോളം നിലനിന്ന് അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി അധ്വാനിപ്പാൻ ഓരോരുത്തർക്കും കൃപ നൽകണമേ. ശിഷ്യന്മാർക്ക് അന്ന് കൊടുത്ത കർത്താവെ ജ്ഞാനവും കർത്താവെ അന്ന് കൊടുത്ത ശക്തിയും ബുദ്ധിയും കർത്താവെ അറിവും കർത്താവെ അങ്ങ് തന്നെ കർത്താവെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിൻ്റെ പൈതങ്ങൾക്കും കൊടുത്ത് അങ്ങയുള്ള ദൈവമേപ്പ കാലിൽ സ്ഥിരപ്പെടുത്തി അന്ത്യകാല ദൈവമേപ്പ കാലിൽ സുവിശേഷീകരണത്തിന് വേണ്ടി ഇവരെയും കൂടെ ചേർത്ത് പണിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.